كتب ربكم على نفسه الرحمة أنه من عمل منكم سوءا بجهالة ثم تاب من بعده وأصلح فأنه غفور رحيم. كتب ربكم على نفسه الرحمة. പാപങ്ങൾ ചെയ്തുകൊണ്ട് മനസ്സ് വേദനിക്കുന്നവരെ നിങ്ങൾ കേൾക്കണേ, അല്ലാഹു നിങ്ങളെ വിളിക്കുകയാണ്, എന്നെയും നിങ്ങളെയും. റമദാൻ വേണ്ട വിധം ഉപയോഗപ്പെടുത്താതെ നഷ്ടപ്പെടുത്തിയവർ കേൾക്കണേ, അല്ലാഹു നമ്മളെ വിളിക്കുകയാണ്. ജീവിതത്തിൽ നന്നാവാൻ അവസരമില്ലാതെ തിന്മകൾ ചെയ്ത് ഒരു നേരം പോലും അല്ലാഹുവിന് വേണ്ടി നെറ്റിത്തടം മണ്ണിൽ വെക്കാൻ കഴിയാതെ സുജൂദിന്റെ മധുരമറിയാതെ പാപങ്ങളെ കൊണ്ട് വരിഞ്ഞു മുറുക്കപ്പെട്ടവരായി ജീവിച്ചവരെ കേൾക്കണേ എന്ന് അല്ലാഹു എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ്. كتب ربكم على نفسه الرحمة. ഈ സദസ്സിൽ നിന്ന്, ഇന്നത്തെ രാവിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒന്ന് മനസ്സിലെടുത്ത് കൊണ്ടുപോകാനുണ്ടെങ്കിൽ അത് സൂറത്തുൽ അൻആമിലെ 54-ാമത്തെ ഈ ആയത്താണ്. كتب ربكم على نفسه الرحمة. അല്ലാഹുവിന്റെ ദാത്തിനെ നിർബന്ധമാക്കി വെച്ച ഒരു ഗുണം റഹ്മത്താണ്, കരുണയാണ്. അല്ലാഹു കരുണ ചെയ്യുമെന്നുറപ്പാണ്. അദാബിനെ കുറിച്ച് അല്ലാഹ് അങ്ങനെ പറഞ്ഞിട്ടില്ല, ശിക്ഷിക്കുമെന്ന് ഉറപ്പാണെന്ന്. അല്ലാഹ് ശിക്ഷിക്കുന്നവനാണ്. പക്ഷെ അല്ലാഹ് പറയുന്നത് എന്റെ റഹ്മത്ത് നിങ്ങൾക്ക് ലഭിക്കുമെന്നുറപ്പ്. എന്റെ റബ്ബ് റഹ്മത്ത് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അല്ലാഹു കതബ റബ്ബുക്കും അലാ നഫ്സിഹി റഹ്മ. ആർക്കാ റഹ്മത്ത് വേണ്ടത്? ആരാ റഹ്മത്ത് അർഹിക്കുന്നത്? അദാബ് അർഹിക്കാൻ പോകുന്നവരാണ്. ആരാണ് അദാബിന് അർഹതയുള്ളവര്? അല്ലാഹ് പറഞ്ഞത് കേൾക്കാത്തവരാണ്. അല്ലാഹുവിന് ധിക്കാരത്തോടുകൂടെ അല്ലാഹുവിന് പിന്തിരിഞ്ഞു നടന്നവർ, അല്ലാഹുവിനെ അനുസരിക്കാത്തവർ, അദാബ് അർഹിക്കുന്നവർ, അവരോടാണ് അല്ലാഹു പറയുന്നത് നിങ്ങൾക്ക് എന്റെ റഹ്മത്ത് കിട്ടും. അല്ലാഹു നിങ്ങളോട് റഹ്മത്ത് ചെയ്യാൻ തീരുമാനിച്ചുറച്ചതാണ്. എന്താണ് വിഷയം? അന്നഹു മൻ അമില മിൻകും സൂഅൻ ബിജഹാല. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ട്, ആ ജഹാലത്തിനോടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തഫ്സീർ കൊടുത്തത് ബിഇൽമിൻ, ബോധത്തോടുകൂടെ തന്നെയാണ് നിങ്ങൾ തെറ്റ് ചെയ്തത് എന്നിരിക്കട്ടെ. കണ്ണുകളെ നിയന്ത്രിക്കാതിരുന്നത്, സമയം അല്ലാഹു ഇഷ്ടപ്പെടാത്ത വീഡിയോകൾ കണ്ടിരുന്നത്. എത്രയോ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മക്കള് ഉമ്മയുടെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഉമ്മ കാണുന്നത് വേണ്ടാത്തരം. കുട്ടികൾക്ക് ഫോൺ കൊടുക്കും കളിക്കാൻ, എന്നാ ഉമ്മക്ക് ഉറങ്ങാലോ എന്ന് വിചാരിച്ച് കുട്ടികൾക്ക് അത് പ്ലേ ചെയ്യുമ്പോഴേക്കും ഉമ്മയുടെ സെർച്ച് ഹിസ്റ്ററിയിൽ അതിന്റെ ഇപ്പുറത്ത് കാണിക്കാൻ തുടങ്ങും. അപ്പൊ കുട്ടി അതൊന്ന് ക്ലിക്ക് ചെയ്യും, അടുത്തതിലേക്ക് പോകും. ഒരിക്കലും ഒരു മനുഷ്യനും കാണാൻ പാടില്ലാത്ത, അല്ലാഹു നിഷിദ്ധമാക്കിയ പച്ചയായ വ്യഭിചാരം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇളം മനസ്സുകളിലേക്ക് കയറി ചെല്ലാൻ അവസരങ്ങൾ ഒരുപാടാണ് കിടക്കുന്നത്. ഒരുപാടാണ്. ഇന്നത്തെ ഏറ്റവും വലിയ അപകടവും അത് തന്നെയാണ്. മയക്കുമരുന്ന് പോലെ തന്നെ അപകടമാണ്, മയക്കുമരുന്ന് പോലെ ലഹരിയാണ്. മനുഷ്യൻ കാണുന്ന അശ്ലീല വീഡിയോകൾ, അശ്ലീല ചിത്രങ്ങൾ, അത് ഇന്നത്തെ ഒരു അസുഖമാണ്. പടിഞ്ഞാറെന്ന് ഖേദിക്കുകയാണ്. അവർക്ക് പിടിച്ചു നിർത്താൻ കഴിയാതെ, പിടിച്ചു കെട്ടാൻ കഴിയാതെ അന്തം വിട്ടിരിക്കെ എന്തു ചെയ്യും? പൊണോഗ്രഫി ലോകത്തെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. സർവ്വ മൂല്യങ്ങളും, സർവധർമ്മങ്ങളും, സനാതന തത്വങ്ങളും, ഇതൊന്നും വ്യഭിചാരം കാണുന്ന മനുഷ്യന്റെ മനസ്സിൽ, അവൻ ഏത് മതക്കാരനാവട്ടെ, അവനിൽ പെണ്ണിനോടുള്ള, ആണിനോടുള്ള, വ്യഭിചാരത്തോടുള്ള അടങ്ങാത്ത ആഗ്രഹം പിശാചിങ്ങനെ അവന്റെ ശരീരത്തിൽ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ബോധത്തോടുകൂടെ, എന്നാൽ ഒരൽപ്പം ബോധമില്ലായ്മ മനുഷ്യനെ പിടിച്ചു വിഴുങ്ങുന്ന സമയത്താണ് തിന്മകളിലൂടെ മനുഷ്യൻ സമയം കളയുന്നത്. പാതിരാവുകളിൽ അല്ലാഹുവേ പുറത്തു തരണേ ഇസ്തിഗ്ഫാർ എന്ന് ചോദിക്കേണ്ട സമയത്ത് അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്തത് കണ്ടുകൊണ്ടും നോക്കിക്കൊണ്ടും ഉറക്കമിളച്ച് നടക്കുന്ന യുവത. അല്ലാഹു നിങ്ങളോട് റഹ്മത്ത് കാണിക്കാൻ ഒരുക്കമാണ്. പക്ഷേ അല്ലാഹു നിങ്ങളോടൊരു കാര്യം ചെയ്യാൻ പറയുന്നു, അത് ശ്രദ്ധിക്കണേ. അന്നഹു മൻ അമില മിൻകും സൂഅൻ ബിജഹാലത്തിൻ സുമ്മ താബ മിൻ ബഅദി.
അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്തില്ലയോ, അള്ളാഹുവിനെ നിങ്ങൾ മറന്നില്ലയോ കുറച്ചു നേരം? ബിജഹാല, പ്രേമത്തിന്റെ പിന്നാലെ പോകുമ്പോ അങ്ങനെയാ. അള്ളാഹനെ മറക്കും, ഉമ്മയെ മറക്കും, അപ്പാനെ മറക്കും, കൂട്ടുകാരെ മറക്കും, വീട്ടുകാരെ മറക്കും. പ്രേമത്തിന് കണ്ണും കാതില്ല എന്നല്ലേ പറയാ. അങ്ങനെ ആ ഒരു പൈശാചിക തെറ്റ് അവരിൽ നിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ബോധം തെളിയും. അപ്പോഴേക്കും വണ്ടി എവിടെയോ എത്തിയിട്ടുണ്ടാവും, അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടുണ്ടാവും. മനുഷ്യനിൽ ഒരുതരം അന്ധത വരികയാണ്, ഒരുതരം കണ്ണു കാണായ്മ വരുമെന്ന് ആര് പറഞ്ഞാലും കേൾക്കൂല. വിവാഹം എൻ്റെ കാമുകനോട് മാത്രമേ, അവരില്ലെങ്കിൽ എനിക്ക് ജീവനില്ല എന്നൊക്കെ ഡയലോഗ് എഴുതി വെക്കും, പറയും ചിലപ്പോൾ. സ്നേഹത്തിന് കണ്ണും കാതുമില്ല, അതൊക്കെ സഹിക്കാം. മതവുമില്ല എന്ന് പറയും ഇതിന്റെ പിന്നാലെ. പോയില്ലേ, ഔട്ടായില്ലേ? ഇതൊക്കെ പറയിപ്പിക്കും പിശാച് നിങ്ങളെ കൊണ്ട്. ആ സമയം അല്ലാഹു പറയാ, നിങ്ങൾക്കൊരു അന്ധത വരുന്നുണ്ടല്ലേ, ആ അന്ധതയെ പിടിച്ചുകെട്ടലായിരുന്നു നിങ്ങൾക്ക് അല്ലാഹു നൽകിയ പരീക്ഷണം. كتب ربكم على نفسه الرحمة, الله رحمة തരാമെന്ന് എച്ചരിക്കുകയാണ്. أنه من عمل منكم سوءا بجهالة. അല്ലാഹുവിനെ മറന്നുകൊണ്ട് നിങ്ങൾ ആരൊക്കെയാണോ തിന്മകളിൽ ചെന്നുപെട്ടത്, ആരൊക്കെയാണോ തിന്മകൾ ചെയ്തു കൂട്ടിയത്, ثم تاب من بعده, ആ തിന്മകളുടെ രസം എന്താണെന്ന് അറിഞ്ഞു, തിന്മകളുടെ അവസ്ഥ എന്താണെന്നറിഞ്ഞു. ഒരു തിന്മ ചെയ്തിട്ടും ഒരു മനുഷ്യന് സമാധാനം കിട്ടുകയില്ല എന്ന് 100% 200% പറയാൻ പറ്റുമെങ്കിൽ ഉറപ്പാണ്, ഒരു തിന്മയിലൂടെ ഒരാൾക്കും മനസ്സമാധാനം കിട്ടുകയില്ല. മുഅ്മിനെ, ആൺകുട്ടികളോടും പെൺകുട്ടികളോടും പറയട്ടെ, നിങ്ങൾ പ്രേമത്തിലൂടെ, അനുരാഗത്തിലൂടെ മനസ്സിന് കുളിർമയുണ്ട് എന്ന് പിശാച് നിങ്ങളെ തോന്നിപ്പിക്കുകയാണ്. ഒരിക്കലും അല്ലാഹു നിങ്ങൾക്ക് മനസ്സമാധാനം നൽകാൻ പോകുന്നില്ല. എന്തേ? അത് തിന്മയുടെ വഴിയാണ്, അല്ലാഹു അനുവദിക്കാത്ത വഴിയാണിത്. നിങ്ങൾക്ക് അല്ലാഹു വിവാഹത്തിലൂടെ, നിക്കാഹിലൂടെ ഒരു കുടുംബ ബന്ധം സാധ്യമാക്കി തരുന്നത് വരേക്കും വല്യസ്തഅഫിഫില്ലദീന ലാ യജിദൂന നികാഹാ, വിവാഹം ചെയ്യാൻ കഴിയാത്ത ആളുകൾ ആ ഒരു എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് പോലും വ്യഭിചാരത്തിലേക്ക് പോകരുതേ. നിങ്ങൾ നിങ്ങളെ ശരീരത്തെ നിങ്ങൾ നിയന്ത്രിക്കണമേ, കണ്ണുകളെ നിയന്ത്രിക്കണമേ, വാക്കുകളെ നിയന്ത്രിക്കണമേ എന്ന് അല്ലാഹു പറഞ്ഞിട്ട് നമുക്കത് കേൾക്കാൻ സമയമുണ്ടായില്ല, നമുക്കത് തോന്നിയിട്ട് പോലുമില്ല. ഗൗരവം പോലും എന്താ, അത് എല്ലാവരും ചെയ്യുന്നില്ലേ? ഗേൾഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഇല്ലാത്ത ആൺകുട്ടികളും പെൺകുട്ടികളും ഇല്ലല്ലോ. 8ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ആയില്ലേ? അപ്പൊ ഞാൻ എന്തിനും ഒറ്റയ്ക്ക് ഇങ്ങനെ ആവണം? ഇസ്ലാം തുടങ്ങുമ്പോൾ ആളുകൾ ഇത് വിചിത്രമാണെന്ന് പറഞ്ഞു. ഇതെന്തേ നാട്ടുകാർ ആരും ചെയ്യാത്തത് ഇവര് ചെയ്യുന്നു? ഇതെന്തേ നാട്ടുകാർക്ക് ആർക്കുമില്ലാത്ത സ്വഭാവം ഇവർക്ക്? അങ്ങനെ തന്നെ ഒരു കാലം തിരിച്ചു വരുമെന്നും അന്ന് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവരെ ആളുകൾ ഒരു വേറിട്ട കണ്ണോടെ നോക്കിക്കാണുമെന്നും ഈ ലോകത്തിന്റെ ഗുരു, നമ്മളുടെ നായകർ, പ്രവാചകന്മാരുടെ തിരുനായകരായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സയ്യിദുൽ മുർസലീൻ ഹബീബുല്ലാഹ് സയ്യിദുൽ ഖൽഖി അജ്മഈന മുഹമ്മദുൻ അഷ്റഫു ഖൽഖില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര മുമ്പ് നമുക്ക് ദീർഘദർശനം തന്നിട്ടുണ്ട്. സംഭവിച്ചത് സംഭവിച്ചു പോയി. അതിനുശേഷം നിങ്ങൾ അല്ലാഹുവിനോട് കരഞ്ഞു തൗബ ചെയ്തുവോ? കഅബാലയത്തിന്റെ കില്ല പിടിച്ചു കരഞ്ഞോ? അല്ലാഹുവിന്റെ കഅബാലയത്തെ കണ്ടുകൊണ്ട് കരഞ്ഞോ? നിങ്ങൾ നിങ്ങളുടെ റൂമിന്റെ വീടിന്റെ ഉള്ളിൽ കിടന്ന് മുസല്ല വിരിച്ച് നിങ്ങൾ അല്ലാഹുവിനോട് സുജൂദിൽ കിടന്ന് കരഞ്ഞു ദുആ ചെയ്തുവോ? റബ്ബേ മാപ്പ് തരണേ, അല്ലാഹു എന്നെ നന്നാക്കി തരണേ എന്ന്. ثم تاب من بعده وأصلح, അതിനുശേഷം ആ തിന്മയ്ക്ക് ശേഷം നന്മ ചെയ്യുകയും ചെയ്തു. തിന്മ എങ്ങനെയോ സംഭവിച്ചു പോയിട്ടുണ്ട്, എന്നാൽ അതിനുശേഷം നന്മ ചെയ്യണം, സ്വതക്ക ചെയ്യണം, ദാനധർമ്മം ചെയ്യണം, ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം, നിസ്കാരങ്ങൾ സുന്നത്തുകൾ വർദ്ധിപ്പിക്കണം, സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കണം. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും തിന്മകൾക്ക് ശേഷം അല്ലാഹുവിലേക്ക് മടങ്ങുകയും നന്മ ചെയ്യുകയും ചെയ്താൽ ഫഅന്നഹു ഗഫൂറുർ റഹീം, നിങ്ങൾ ഇന്ന് കഴിഞ്ഞുപോയ തെറ്റുകളെല്ലാം അല്ലാഹു പുറത്തു തരും, അല്ലാഹു മാപ്പ് തരും. അല്ലാഹു മാപ്പ് തന്നാൽ പിന്നെ അത് പറഞ്ഞുകൊണ്ട് റബ്ബ് നിങ്ങളെ ആക്ഷേപിക്കില്ല. ആ തെറ്റുകളെ നാളെ പരലോകത്ത് നിങ്ങളുടെ റെക്കോർഡിൽ പോലും അല്ലാഹു കാണിക്കുകയില്ല. ഇന്നത്തെ ഈ രാത്രിയിലെ, ഇന്നത്തെ ഈ സെക്കൻഡിൽ നമ്മൾ അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങേണ്ടവരാണ്. നാളെ രാവിലെയല്ല,
ഇന്ന് വാള് കഴിഞ്ഞ് വിട്ടു പോയിട്ടല്ല, ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ഈ സെക്കൻഡിൽ ഞാനും നിങ്ങളും അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങേണ്ടവരാണ്. അല്ലാഹുമ്മ തുബ്നാ ഇലൈക്. പടച്ചവനെ, ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നറിയാതെ ജീവിച്ചു. എത്ര പേര് മരിച്ചുപോയി കൊറോണയിൽ, എത്ര ചെറുപ്പക്കാർ മരിച്ചു. മുഖ്മിനെ മറക്കാൻ സമയമായതൊക്കെ എത്ര ചെറുപ്പക്കാർ, എത്ര ഡോക്ടർമാര് മരിച്ചു, എത്ര നഴ്സുമാര് മരിച്ചു, എത്ര ആളുകൾ അല്ലാഹു കൊണ്ടുപോയി. വളരെ ചുരുങ്ങിയ ഒരു കാലം, അങ്ങറ്റമെത്തിയാൽ ഒരു 100 കൊല്ലം അല്ലേ, ഒരു 110 അത്രയൊന്നും എത്തൂല. എന്റെ ഉമ്മത്തികളുടെ ലൈഫ് സ്പാൻ 60-ന്റെയും 70-ന്റെയും ഇടയിലെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖലീലും മൻ യുസാവിജുഹാ, അത് കഴിഞ്ഞു കിടക്കുന്ന 70 കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോകുന്ന ആളുകൾ വളരെ കുറച്ചേ എന്റെ ഉമ്മത്തിലുള്ളൂ എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രക്കൊരുങ്ങേണ്ട സമയമായി. അനന്തമായ യാത്രക്ക് മക്കളോ പേരക്കുട്ടികളോ കൈപിടിക്കാൻ കൂടെയില്ലാത്തൊരു യാത്രക്ക് നമ്മൾ ഒരുങ്ങാൻ സമയമായി. ഭാര്യ കൂടെയില്ലാത്തൊരു നേരത്ത്, മക്കൾ കൂടെയില്ലാത്ത നേരത്ത് കൊച്ചുമക്കൾ ഓടി വന്ന് വാരിപ്പുണർന്ന് ഉമ്മ വെച്ചുപ്പ ഉമ്മ എന്ന് പറയാൻ കൂടെയില്ലാത്ത ഒരു യാത്രയിലേക്ക് നീങ്ങുകയാണ് നമ്മൾ. കൂട്ടുകാരടോ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, പാറ പോലെ നിന്റെ ചങ്കാണ് ഞാൻ എന്ന് പറയുന്ന ചങ്ക് കൂട്ടുകാരനെ ഖബറിൽ കാണാൻ കിട്ടില്ല. നിങ്ങളും നിങ്ങൾ ചെയ്ത പ്രവർത്തനവും മാത്രമേ നിന്റെ കൂടെയുള്ളൂ.